ചില വീടുകളിലെ മകനും മരുമകളും ഒക്കെ തമ്മിൽ എന്തെങ്കിലും ആർഗ്യുമെൻറ്റ്സ് ഉണ്ടെങ്കിൽ മദറിലോ പെട്ടെന്നൊരു ക്ലീഷ്യ ഡയലോഗുമായിട്ട് വരുമെന്ന്. അവർ ആ ആർഗ്യുമെൻറ്റ്സ് കുറച്ച് നേരം കഴിയുമ്പോൾ മറക്കും, അവർ പാച്ചപ്പായിട്ട് പോയിട്ടുണ്ടാവും. പക്ഷേ ആർഗ്യുമെൻറ്റ്സ് നടക്കുന്ന സമയത്ത് മദറിലോ വന്നിട്ട് പറയും, അല്ലെങ്കിൽ ഫാദറിലോ വന്നിട്ട് പറയും, ഓ ഞങ്ങളുടെ കാലത്തൊന്നും ഇതിങ്ങനെ ഉണ്ടായിട്ടില്ല. മദറിലോ പറയും, അയ്യോ ഞാൻ എൻ്റെ ഹസ്ബൻഡിനോട് ഇങ്ങനെയൊന്നും സംസാരിച്ചിട്ടില്ല അല്ലേ എന്ന് ചോദിക്കുമ്പോൾ അദ്ദേഹവും തലയാട്ടും, ആ അതെ ഇവൾ അങ്ങനെയൊന്നും ചെയ്തിട്ടില്ല. ഒന്ന് ആലോചിച്ച് നോക്കൂ, അന്നത്തെ കാലം വേറെ ഇന്നത്തെ കാലം വേറെ. നിങ്ങൾ കല്യാണം കഴിച്ചത് ഒരു 90കളിലായിരിക്കും. ഇപ്പോഴത്തെ കുട്ടികളോട് ആ ഒരു ഏർപ്പാടാണോ ഇപ്പോൾ നടക്കുന്നത്? അത് പറഞ്ഞാൽ അവർ കേൾക്കുമോ? എന്തിനാണ് ഇങ്ങനെ നമ്മൾ സ്വയം വില കുറയാൻ പോകുന്നത്? അവരുടെ ലൈഫ്, അവർ ചിലപ്പോൾ അടിക്കും, അവർ ചിലപ്പോൾ പിണങ്ങും. അവർ അടിക്കുന്നു പറഞ്ഞാൽ ഫിസിക്കൽ അബ്യൂസ് അല്ല കേട്ടോ ഞാൻ പറയുന്ന ഈ വാഗ്വാദങ്ങൾ. ഫിസിക്കൽ അബ്യൂസ് എന്ത് ഫ്രണ്ട്ഷിപ്പിൻ്റെ പേരിലാണെങ്കിലും എത്ര നല്ല റിലേഷൻ ആണെങ്കിലും ആരും ചെയ്യാൻ പാടില്ല. അതിനെ ഞാൻ പ്രോത്സാഹിപ്പിക്കാറുമില്ല, വാട്ട് എവർ ഇറ്റ് ഇസ്. അപ്പോൾ വാഗ്വാദങ്ങൾ ഓഫ് കോഴ്സ് ഉണ്ടാകും. അത് ഒരു വഴക്കില്ലാതെ പിന്നെ ഒരു ഫാമിലി ഉണ്ടാവുമോ? എന്തെങ്കിലുമൊക്കെ ഒരു അഭിപ്രായ വ്യത്യാസം ഇല്ലാതെ പിന്നെ രണ്ട് ഇൻഡിവിജ്വൽസ് ഉണ്ടാകുമോ? സോ അതിനകത്ത് കയറി നിങ്ങൾ അമ്മായിയമ്മമാരും അമ്മായിച്ചന്മാരും ഒന്നും പറയണ്ട. എന്തിനാന്ന് വെച്ചാൽ ഞാൻ ഉൾപ്പെടെയാണ് ഞാൻ പറയുന്നത്, നമ്മളുടെ വില കുറയുകയാണ് അവിടെ. വി ഷുഡ് നോട്ട്, രണ്ട് കൂട്ടരും, നമ്മൾ അച്ഛൻ്റെ ഹസ്ബൻഡിൻ്റെ വീട്ടിലെ ആൾക്കാരാണെങ്കിലും പെൺകുട്ടിയുടെ ഭാര്യയുടെ വീട്ടിലെ ആൾക്കാരാണെങ്കിലും ഇറ്റ്സ് ബെറ്റർ ടു കീപ്പ് എ ഡിസ്റ്റൻസ്. ഒരു ചെറിയ ഗ്യാപ്പ് ഇടണം. അവരവരുടെ ജീവിതമാണ്. കാരണം നമ്മളൊന്ന് ആലോചിച്ച് നോക്കണം, പണ്ട് നമ്മൾ ജീവിച്ചത് എങ്ങനെയാണ്? നമ്മളിങ്ങനെ ഇൻലോസിൻ്റെ കൂടെയാണോ ജീവിച്ചത്? ചിലപ്പോൾ ആയിരിക്കില്ല. ഞാൻ അങ്ങനെ ജീവിച്ചിട്ടില്ല. അങ്ങനെ ജീവിക്കാത്തവർക്ക് അതിൻ്റെ ഒരു പ്രശ്നം അത്രയും മനസ്സിലാവില്ല. അപ്പോൾ ഞാൻ അങ്ങനെയല്ലല്ലോ ജീവിച്ചത്, ഈ കുട്ടി ഇപ്പോൾ എൻ്റെ കൂടെയാണല്ലോ ജീവിക്കുന്നതെന്ന് ഞാൻ എൻ്റെ മകൻ്റെ ഭാര്യയെക്കുറിച്ച് ഞാൻ ആലോചിക്കണം. അപ്പോൾ എൻ്റെ പേഴ്സ്പെക്റ്റീവ് എങ്ങനെയായിരിക്കണം? നമ്മൾ അതിൽ ഇടപെടരുത്. എനിക്ക് ആ സ്വാതന്ത്ര്യം പണ്ടുണ്ടായിരുന്നു. ഇവർക്ക് വേറെ വീട്ടിൽ പോയി താമസിച്ചോട്ടെ. അവരുടെ സ്വാതന്ത്ര്യം ത്തിൻ്റെ വിലങ്ങുതടിയായിട്ട് ഞാനൊരിക്കലും ആകാൻ പാടില്ല എന്ന് മദറിൻലോയും ഫാദറിൻലോയും ചിന്തിക്കണം. കാരണം അവർ പണ്ട് ഒറ്റയ്ക്ക് ജീവിച്ച് നല്ല സുഖമായിട്ട് അവരുടെ കാര്യങ്ങളൊക്കെ ചെയ്ത ആളുകളാണ്. അപ്പോൾ അതെന്തുകൊണ്ട് നിങ്ങളുടെ സണ്ണിനും അല്ലെങ്കിൽ നിങ്ങളുടെ മകൾക്കും മരുമകൾക്കും ഒക്കെ നിങ്ങൾ എന്തിനാണ് അത് നിഷേധിക്കുന്നത്? അവരും അങ്ങനെ സ്വാതന്ത്ര്യമായിട്ട് ജീവിച്ചു നോക്കട്ടെ. ദേ വിൽ റോക്ക് ഇൻ ലൈഫ്. ഓക്കെ, ചിയേഴ്സ്.